ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. ഈ ദിനങ്ങളിൽ നമ്മൾ ഈശോയെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ലോകചരിത്രത്തിൽ ആർക്കും പകരം വയ്ക്കാൻ സാധിക്കാത്ത യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. എന്താണ് ഇങ്ങനെ പകരം വയ്ക്കാൻ സാധിക്കാത്തത്? കാരണം 350-ലധികം പ്രവചനങ്ങൾ യേശു എങ്ങനെ ജനിക്കും, എവിടെ ജനിക്കും, എപ്പോൾ മരിക്കും, യേശുവിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും, ഇതെല്ലാം വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ഭാഷകളിൽ ഗ്രന്ഥരചന നടത്തിയവർ കുറിച്ചു വച്ചത്, എഴുതി വച്ചത് അക്ഷരം പ്രതി അല്പം പോലും വ്യത്യാസമില്ലാതെ യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് യേശുക്രിസ്തു ലോകരക്ഷകനാണ്, ദൈവപുത്രനാണ് എന്നുള്ള സത്യം തിരിച്ചറിയുന്ന അതിമനോഹരമായ കാര്യങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനത്തിലാണ് ആദ്യത്തെ പ്രവചനം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. പാപം വഴി ദൈവകൃപ, ദൈവിക സ്നേഹം, ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുത്തിയ മനുഷ്യവർഗത്തിന് ദൈവം നൽകുന്ന വലിയ പ്രത്യാശയുടെ വാഗ്ദാനം, അത് യേശുവിൽ നിവൃത്തിയാകുന്നത് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, മിക്കാ പ്രവചനം 5-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ ബെത്ലഹേം എഫ്രാത്ത, നീ യൂദാ ഭവനങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ നിന്നിൽ നിന്നാണ് പുറപ്പെടുന്നത്. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ദൈവത്വം ഏറ്റുപറയുകയാണ്. അത് മാത്രമല്ല, യേശുക്രിസ്തു ബെത്ലഹേമിൽ ജനിച്ചു എന്ന് മാത്രമല്ല, യോസേപ്പ് പിതാവും മറിയവും ആ കാലഘട്ടത്തിൽ രാജാവ് എന്തുകൊണ്ട് അപ്രകാരം ഒരു ഓർഡർ ഇടുവാൻ കാരണമായി, എന്തുകൊണ്ടാണ് നസ്രത്തിൽ ജനിക്കേണ്ടിയിരുന്ന യേശു ബെത്ലഹേമിൽ ജനിച്ചത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ മാധുര്യം, അല്ലെങ്കിൽ പ്രവചനങ്ങളുടെ ആധികാരികത നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറവേറപ്പെടുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വചനം നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം തിരുവചനം. അവിടെ ഇങ്ങനെയാണല്ലോ കാണുന്നത്: കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. 2 കാര്യങ്ങൾ. ഇമ്മാനുവൽ പ്രവചനം നിവൃത്തിയാകുന്നു, അതുപോലെ കന്യകാ ജനനത്തെക്കുറിച്ചുള്ള മനോഹരമായ ആ സത്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ലോകത്തോട് വെളിപ്പെടുത്തുന്ന സുന്ദരമായ കാഴ്ച നമ്മൾ കാണുകയാണ്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്: നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. ദൈവം അബ്രാഹത്തിന് ഒരു വാഗ്ദാനം നൽകുകയാണ്. അബ്രാഹത്തിന്റെ സന്തതിയായ യേശുക്രിസ്തുവിലൂടെ ലോകത്തിലെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടുകയാണ്. അബ്രഹാം ദൈവത്തിന് അനുസരണമുള്ളവനായെങ്കിൽ, ഇവിടെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മരണത്തോളം അനുസരണമുള്ളവനായി തന്നെ പിതാവിന് സമർപ്പിച്ചു എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ സെന്റ് പോൾ എഴുതി വയ്ക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാക്യങ്ങളും സത്യവചനങ്ങളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ പ്രവചനങ്ങളും സത്യപ്രവചനങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ എക്സ്റ്റേണൽ മാത്രമാകാതെ യേശുവിനെ കുറിച്ച് അറിയുവാൻ, ധ്യാനിക്കുവാൻ, ഈ യേശുവിനെ സ്വന്തമാക്കാൻ, ഈ യേശുവിൻ്റെ വഴിയിലൂടെ നടക്കാൻ, ഈ യേശു നൽകുന്ന നിത്യജീവൻ സ്വന്തമാക്കാൻ, അവൻ്റെ സമാധാനം സ്വന്തമാക്കാൻ, അവൻ നൽകുന്ന സൗഖ്യം സ്വന്തമാക്കാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായും ഈ വർഷം മാത്രമല്ല, കടന്നു വരുന്ന 2025 നമുക്ക് ഏറെ അനുഗ്രഹദായകമായിരിക്കും, ഏറെ പ്രത്യാശാഭരിതമായിരിക്കും. കാറ്റും കോളും ആശങ്കകളും ഉത്കണ്ഠകളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ലോകത്തിൽ യഥാർത്ഥ സമാധാനം നൽകുന്ന, യഥാർത്ഥ സൗഖ്യം നൽകുന്ന യേശുക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ രാജാവായി വാഴാൻ നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിച്ചൊരുങ്ങാം. നിങ്ങൾ അഞ്ചപ്പം ഈ എപ്പിസോഡുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമേ, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.